പ്രൈമിന്റെ മിയ കുൽപ്പ നോക്കിക്കോളൂ. പിന്നെ ആഫ്റ്റർ സിനിമ ഫ്രാഞ്ചൈസി, സമ്മർ ഹൈ ടേർണഡ് പ്രെറ്റി, മാക്സ്റ്റൺ ഹാൾ ഇവയുടെ കഥ വ്യത്യസ്തമാണ്. പക്ഷെ സൈക്കോളജി ഒന്നാണ്. ഓഫ് ക്യാമ്പസിൽ അന്ന വെൽസ് എന്തുകൊണ്ടാണ് ഗാരറ്റ് ഗ്രാമിനെ ഇഷ്ടപ്പെടുന്നത്? ഇത് ഓഫ് ക്യാമ്പസിൽ മാത്രമല്ല, ഇതിപ്പോ സമീപകാലത്ത് ഇറങ്ങുന്ന മിക്ക സിനിമയിലും കാണാറുണ്ട്. മെയിൻ ആയിട്ട് ആമസോൺ പ്രൈമിൽ. അതിൽ ഗാരറ്റ് ഗ്രാം ഒരു ഹോക്കി പ്ലെയർ ആണ്. അതുകൊണ്ട് ഫിസിക്കലി നല്ല ഫിറ്റ് ആണ്, നല്ല കോൺഫിഡൻസും ഉണ്ട്, ഹൈ സ്റ്റാറ്റസ് ആണ്, ഫിസിക്കലി അട്രാക്റ്റീവ് ആണ്. എല്ലാ സ്ത്രീകളോടും അവന് കണക്ഷൻ ഉണ്ട്. പക്ഷെ ഇമോഷണൽ കണക്ഷനോ അതിലെ ഹീറോയിനോട് മാത്രം. ഇതൊരു ഫാന്റസി ആർക്കിടൈപ്പ് ആണ്. ഇവിടെ ആമസോൺ പ്രൈം ഒരു ലവ് സ്റ്റോറി അല്ല വിൽക്കുന്നത്, അവിടെ ഹ്യൂമൻ ഫാന്റസിയാണ് വിൽക്കുന്നത്. അപ്പൊ ഹ്യൂമൻ ഫാന്റസി പറഞ്ഞാൽ സ്ത്രീകളുടെ ഫാന്റസി മാത്രമല്ല, പുരുഷന്മാരുടെയും ഫാന്റസി. കാരണം പുരുഷന്മാരുടെ ഫാന്റസി എന്താണ്? അവന് നല്ല കാറ് വേണം, ഹൈ സ്റ്റാറ്റസ് വേണം, നല്ല ഫിസിക്ക് വേണം, ഹെയർ സ്റ്റൈൽ നന്നാവണം, ലൈഫ് സ്റ്റൈൽ നന്നാവണം, നിറയെ പണം വേണം, പവർ വേണം, പോപ്പുലറും ആയിരിക്കണം. ഇതെല്ലാം അതിലെ ക്യാരക്ടറിന് ഉണ്ട്. ഇവിടെ ആമസോൺ പ്രൈം ഒരു ലവ് സ്റ്റോറി അല്ല വിൽക്കുന്നത്, മനുഷ്യന്റെ ഫാന്റസിയാണ് വിൽക്കുന്നത്. ഈ ഓഫ് ക്യാമ്പസിൽ മാത്രമല്ല, ഓഫ് ക്യാമ്പസിന്റെ ബുക്ക് സീരീസ് 60 ലക്ഷം കോപ്പികളാണ് വിറ്റുപോയത്. ഇത് ആൾറെഡി ഹിറ്റായ ഒരു ബുക്കാണ്. ഓഡിയൻസിന് ആൾറെഡി ഇതിന്റെ കഥ അറിയാം. സ്റ്റോറി ആൾറെഡി ഹിറ്റ് ആയതുകൊണ്ട് തന്നെ ഈ റിസ്ക്കും കുറവാണ്. ഈ സിനിമകളിലെല്ലാം ഒരു പ്രത്യേകത കാണും, ഇതിലെല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു സ്പോർട്സ് ഉണ്ടാവും. ഓഫ് ക്യാമ്പസിൽ ഓക്കെ ആണെങ്കിൽ മിയ കുൽപ്പയില് കാർ റേസിംഗ് ആയിരിക്കും, ആഫ്റ്ററിലാണെങ്കിൽ ബുക്കിഷ് ആയിരിക്കും. സ്ത്രീകൾക്ക് ആൽഫ മെയിലിനോട് കുറച്ച് അട്രാക്ഷൻ കൂടുതലാണ്. ഹോക്കി പ്ലെയർ മാറ്റിയിട്ട് എന്തുകൊണ്ട് ആ സിനിമയിലെ നായകനെ അക്കൗണ്ടന്റ് ആക്കിയില്ല, അല്ലെങ്കിൽ വേറെ ഒരു ജോലിക്കാരനാക്കിയില്ല, സാധാരണ കോളേജ് വിദ്യാർത്ഥി ആക്കിയില്ല? അങ്ങനെ ആക്കില്ല, കാരണം അതൊരു റിയാലിറ്റിയാണ്. അത് സിനിമയിൽ കാണിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടില്ല. കാരണം ആണായാൽ മസ്കുലിനിറ്റി ആണ്, അതൊരു ഫാന്റസിയാണ്, അതാണ് എല്ലാവർക്കും വേണ്ടത്. ഈ കാണുന്ന സിനിമകളെല്ലാം ന്യൂഡിറ്റി നല്ല കൂടുതലാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ ന്യൂഡിറ്റിയാണ് നല്ല രീതിയിൽ വിറ്റുപോകുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ സെക്സ് അല്ല വിൽക്കുന്നത്, ഒരു ആന്റിസിപ്പേഷനാണ് വിൽക്കുന്നത്, മനുഷ്യന്റെ ഉള്ളിലുള്ള ഫാന്റസിയാണ് വിൽക്കുന്നത്. സീൻ ബൈ സീൻ സെക്ഷൽ ടെൻഷൻ കൂട്ടിയിട്ട് ഒരു ഫോർബിഡൻ അട്രാക്ഷൻ ആണ് ഉണ്ടാക്കുന്നത്. ഈ സീനുകൾ എപ്പോഴും റീവാച്ച് ചെയ്തും കൊണ്ടേയിരിക്കും. അത് മാത്രമല്ല, ഇതിൽ കോസ്റ്റ്യൂമിന് നല്ല പ്രത്യേകതയുണ്ട്. അവർ വെറും ഒരു കോസ്റ്റ്യൂം അല്ല ധരിക്കുന്നത്. എല്ലാ ഫ്രെയിമിലും നിങ്ങൾക്ക് റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ എന്നീ നിറങ്ങൾ കാണാൻ പറ്റും. ഇതെല്ലാം ഹൈ സാച്ചുറേറ്റഡ് നിറങ്ങളാണ്. ഇതൊരു മാർക്കറ്റിംഗ് ആണ്. ഇതിൽ കോസ്റ്റ്യൂമും മാർക്കറ്റ് ചെയ്യാം. അതുമാത്രമല്ല, ഈ ജീവിതം നിങ്ങൾക്കും ജീവിക്കാൻ കഴിയും എന്നൊരു ഫാന്റസിയും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഹെയർ സ്റ്റൈല്, ജിം ബോഡി, ലക്ഷറി, പാർട്ടീസ്. 15 വർഷം മുമ്പൊക്കെ 2010 എൻ്റെ സ്കൂൾ കാലത്തൊന്നും ഹെയർ സ്റ്റൈലിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആ കൂടെ ഒരു മിലിറ്ററി കട്ടും ഉണ്ട്, ഒരു സൈഡ് കട്ടും ഉണ്ട്, മൊട്ടക്രോപ്പും ഉണ്ട്. ഹെയർ സ്റ്റൈലിസ്റ്റ് എന്നുള്ള ഒരു വാക്ക് പല ആൾക്കാരും കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല. അതുപോലെ ജിം ബോഡി, ലക്ഷറി ലൈഫ് സ്റ്റൈല്, വീട്ടിൽ നടക്കണ പാർട്ടീസ്, ഇതൊക്കെ ഇപ്പോഴാണ് കണ്ടുവരുന്നത്. അന്നത്തെ കാലത്ത് അത് വളരെ റെയർ ആയിരുന്നു. ഇതെല്ലാം നമുക്ക് തരുന്ന ഒരേ മെസ്സേജ് ആണ്, ഈ ജീവിതമൊക്കെ നിങ്ങൾക്ക് പറ്റും എന്നുള്ള രീതിയിൽ. പക്ഷെ അതൊരു സാധാരണക്കാരന് അഫോർഡബിൾ ആയിരിക്കില്ല. ഓഫ് ക്യാമ്പസ് പുറമെ കാണുമ്പോൾ നല്ലൊരു ലവ് സ്റ്റോറിയായി തോന്നും, പക്ഷെ ഇതൊരു ഫാന്റസി പാക്കേജ് മാത്രമാണ്. സ്ത്രീകൾക്ക് ഹൈ വാല്യൂ ആയിട്ടുള്ള പുരുഷൻ എന്നെ മാത്രം സ്നേഹിക്കണം എന്നുള്ള ഒരു ഫാന്റസി ഉണ്ട്. അതുപോലെ പുരുഷനും ഞാനും ഹൈ വാല്യൂ സ്ട്രാറ്റജിക് മാൻ ആകും എന്നൊരു ഫാന്റസിയും ഉണ്ട്. ഈ ഫാന്റസി നടക്കില്ല എന്നൊന്നുമില്ല, പക്ഷെ അതിന് നല്ല സ്കില്ലും വേണം, കുറെ വർഷത്തെ ഹാർഡ് വർക്കും വേണം. ഈ ഹാർഡ് വർക്കിന് മിക്കവർക്കും ചെയ്യാൻ പറ്റാറില്ല. കാരണം ഇപ്പോഴത്തെ ജെൻസി സ്റ്റുഡൻസ് എല്ലാവരും അത്യാവശ്യം ലോൺലിനെസ് നന്നായിട്ട് അനുഭവിക്കുന്നവരാണ്. ഇവർക്ക് മൊബൈലിലൂടെ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. അവർക്ക് ഇൻഫർമേഷൻ തേടി എത്താൻ അറിയുന്നില്ല. അവർക്ക് ഡോപ്പമൈൻ ലെവൽ വളരെ കൂടുതലാണ്. അതുപോലെ ഡോപ്പമൈൻ ലെവൽ വളരെ താഴ്ന്നും പോവാറുണ്ട്. അവർക്ക് ലോൺലിനെസ്, ഡേറ്റിംഗ് ആങ്സൈറ്റി, ഐഡന്റിറ്റി കൺഫ്യൂഷൻ, സോഷ്യൽ മീഡിയ കമ്പാരിസൺ. അവർ മറ്റുള്ളവരെ കാണുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അതാണ് അവരുടെ ലൈഫും സോഷ്യൽ മീഡിയയിൽ അവർ കമ്പയർ ചെയ്യുന്നത്. ഓഫ് ക്യാമ്പസ് പോലെയുള്ള സീരീസുകൾ അതിന് സൊല്യൂഷൻ അല്ല തരുന്നത്. നിങ്ങളുടെ റിയാലിറ്റിയിൽ നിന്ന് കുറച്ച് നേരത്തേക്കുള്ള ഒരു എസ്കേപ്പ് ആണ് അവർ തരുന്നത്. നിങ്ങൾക്ക് ഈ സീരീസ് കാണുമ്പോൾ നിങ്ങൾ വേണിച്ച കാർ ഓടിക്കണ്ടാവില്ല, നിങ്ങൾക്ക് ഹോക്കി കളിക്കാൻ അറിയൂല, പക്ഷെ നിങ്ങൾക്ക് കാർ ഓടിക്കുന്നതും ഹോക്കി കളിക്കുന്നതിന്റെ ഒരു ഫീല് എന്തായാലും അതിലൂടെ കിട്ടും. ഓഫ് ക്യാമ്പസ്, ആഫ്റ്റർ, മിയ കുൽപ്പ ഇതൊന്നും റൊമാൻസ് അല്ല പറയുന്നത്. അവരെല്ലാവരും വിൽക്കുന്നത് ഒരേ പ്രൊഡക്റ്റാണ്, ഫാന്റസി. അതുകൊണ്ട് ഈ ലോകം മുഴുവൻ കാണുന്നത് ആ കഥയ്ക്ക് വേണ്ടിയിട്ടല്ല, അവർക്ക് അവരുടെ ഫാന്റസിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൽ മാത്രം ഇരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സീരീസുകൾ ഇപ്പോൾ ഹിറ്റാവുന്നതും.